Good afternoon. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെയാണെന്ന് പറഞ്ഞത് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന് ഇന്റേണൽ സോഴ്സസ് ആണ് പറഞ്ഞത് അല്ലേ? ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് അല്ലേ? അതിലെല്ലാ പോയിന്റ്സും നമ്മൾ കഴിഞ്ഞു. പിന്നെ അതിനകത്ത് മെറിറ്റ്സും ഡിമെറിറ്റ്സും കഴിഞ്ഞു അല്ലേ? ഇന്റേണൽ സോഴ്സിന്റെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇതാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. Organization can fulfill the job position from outside through the following methods or techniques. ഒരു ഓർഗനൈസേഷൻ ആ ജോബ് പൊസിഷൻ ഫുൾഫിൽ ചെയ്യുന്ന എവിടെയാ? ഓർഗനൈസേഷന് പുറത്ത് നിന്ന് കാൻഡിഡേറ്റ്സിനെ എടുത്തിട്ടാണ് ആ ജോബ് പൊസിഷൻ ഫുൾഫിൽ ചെയ്യുന്നത്. അതാണ് ഏതെന്ന് പറയുന്നത് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. Organization can fulfill the job position from outside. പുറമേ നിന്ന്, ആ സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ള എംപ്ലോയീസിനെ അല്ല. അതായത് ആ ഒരു ഓർഗനൈസേഷന് പുറത്ത് നിന്ന് എംപ്ലോയീസിനെ, പുറത്ത് നിന്ന് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ജോബ് പൊസിഷൻ ഫുൾഫിൽ ചെയ്യുന്നതിനെയാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജോയിൻ ചെയ്യണേ അല്ലേ? ഇത് മാക്സിമം 1:30 തന്നെ ജോയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ. Okay, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ ഓർഗനൈസേഷൻ ക്യാൻ ഫുൾഫിൽ ദ ജോബ് പൊസിഷൻ ഫ്രം ഔട്ട്സൈഡ്. പുറമേ നിന്ന് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ജോബ് പൊസിഷൻ ഫുൾഫിൽ ചെയ്യുന്നു. അതിനെയാണ് ഏത് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതിന് ആ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് മെത്തേഡുകളാണ്, അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ടെക്നിക്. അതാണ് ഈ താഴെ കൊടുത്തേക്കുന്നത്. ഏതൊക്കെയാന്ന് നോക്കിയേ. ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. മൂന്നാമത്തെയാണ് തേർഡ് പാർട്ടി മെത്തേഡ്. ഏതൊക്കെയാണ് എക്സ്റ്റേണൽ സോഴ്സിൽ വരുന്നത്? എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിൽ നമുക്ക് 3 രീതിയിൽ പറയാം, അല്ലെങ്കിൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാ? ഡയറക്റ്റ് മെത്തേഡുകള്, ഇൻഡയറക്റ്റ് മെത്തേഡുകള്, തേർഡ് പാർട്ടി മെത്തേഡ്സ്. ഓക്കെ, ഏതൊക്കെയാ? ഡയറക്റ്റ് മെത്തേഡ്സ്, ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ആൻഡ് തേർഡ് പാർട്ടി മെത്തേഡ്. ഇനി ഡയറക്റ്റ് മെത്തേഡ് എന്താന്ന് നോക്കിയേ. In this method, the recruiters are sent to educational and professional institutions in order to build a public contact and exhibits. അപ്പോ ഇതിനകത്ത് ഈ ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് റിക്രൂട്ടേഴ്സിനെ നേരെ ഇങ്ങോട്ട് അയക്കുന്നു, എഡ്യൂക്കേഷണൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് അയക്കുന്നു. അവിടെ നിന്ന് കാൻഡിഡേറ്റ്സിലേക്ക് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റിക്രൂട്ട് ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നേരിട്ട് എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് റിക്രൂട്ടേഴ്സിനെ സെൻഡ് ചെയ്യുന്നു. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. Recruiters are sent to educational and professional institutions. Then various direct methods are. പല ഡയറക്റ്റ് മെത്തേഡുകളാണ് ഈ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് ഒന്നാമത്തെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് കേട്ടിട്ടില്ലേ? ക്യാമ്പസിൽ വന്നിട്ട് പല സ്ഥാപനങ്ങളും ഒക്കെ ക്യാമ്പസിൽ വന്നിട്ട് കാൻഡിഡേറ്റ്സിനെ, കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് അവരുടെ സ്ഥാപനത്തിലേക്ക് അല്ലേ? ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കി ഇന്റർവ്യൂ ഇതൊക്കെ നടത്തിയിട്ട് സെലക്ട് ചെയ്യില്ലേ? ക്യാമ്പസ് റിക്രൂട്ട്മെന്റുകൾ ഉണ്ട്. പിന്നെ രണ്ടാമത്തെയാണ് സ്കൗട്ടിംഗ് എന്ന് പറയുന്നത്. SSCOUTING സ്കൗട്ടിംഗ്. മൂന്നാമത്തെയാണ് റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്. ഇത് 3 ഡയറക്റ്റ് മെത്തേഡിൽ വരുന്നതാണ്. അപ്പൊ അവിടെ ചോദിക്കാം കേട്ടോ, which of the following comes under the direct methods of external source of recruitment? ഇതിനകത്ത് ഡയറക്റ്റ് മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതൊക്കെയാ? ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, സ്കൗട്ടിംഗ്, then recruitment at the factory gate. ഒന്നാമത്തെ നോക്കിയേ, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് is a method in which recruiters visit the campus and the placement cell of educational institution. Educational institutions in the placement cell ക്യാമ്പസുകള് റിക്രൂട്ടേഴ്സ് വിസിറ്റ് ചെയ്യുന്നു അല്ലെ? റിക്രൂട്ടേഴ്സ് വിസിറ്റ് ചെയ്യുന്നു ക്യാമ്പസ് ആൻഡ് പ്ലേസ്മെന്റ് സെൽ ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ such as engineering, management colleges in order to get a qualified candidates. എന്തിനു വേണ്ടിയാ അവര് വിസിറ്റ് ചെയ്യുന്നത്? ക്യാമ്പസിലൊക്കെ വിസിറ്റ് ചെയ്യുന്ന എന്തിനാ? പ്ലേസ്മെന്റ് സെല്ല് ഇവിടെ വിസിറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്?
to get qualified candidates. അല്ലെ, ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് നേരിട്ട് റിക്രൂട്ടേഴ്സ് നേരിട്ട് ക്യാമ്പസില് അല്ലെ പ്ലേസ്മെന്റ് സെൽസില് പ്ലേസ്മെന്റ് സെല്ലിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്ലേസ്മെന്റ് സെല്ല് അല്ലെങ്കിൽ ക്യാമ്പസ് വിസിറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? ഇൻ ഓർഡർ ടു ഗെറ്റ് ദ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആ ജോബ് പൊസിഷൻ ഫുൾഫിൽ ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. റിക്രൂട്ടേഴ്സ് ഗെറ്റ് എ ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ടു ചൂസ് ഫ്രം. റിക്രൂട്ടേഴ്സിന് എന്ത് കിട്ടും? ഒരു കൂട്ടം, ഒരു ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന് കിട്ടൂലേ? ഒരു ക്യാമ്പസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. അപ്പൊ ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ടേഴ്സിനെ കിട്ടും. അവർക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. And the candidates can select the post which is suited from the available option. അപ്പോ ഈ കാൻഡിഡേറ്റ്സിനോ എന്താ അവർക്ക് ഏത് പോസ്റ്റ് ആണ് സെലക്ട് ചെയ്യാൻ പറ്റും അല്ലേ? അവർക്ക് ഏതാണ് അവർക്ക് നമുക്ക് എന്താ പറയാ അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഏതാണ് അവർക്ക് പല ഒഴിവുകൾ ഉണ്ടാവും. അതിൽ ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത് ഈ ജോബ് ഓപ്ഷൻസ് കാൻഡിഡേറ്റ്സിന് അവിടെ സെലക്ട് ചെയ്യാനും പറ്റും. ക്ലിയർ ആയി? ഒന്നാമത്തെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഡാഷ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് റിക്രൂട്ടേഴ്സ് വിസിറ്റ് ദ ക്യാമ്പസ്. അത് കാണുമ്പോ തന്നെ അറിയാലോ ഏതാ? ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്? ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ റിക്രൂട്ടേഴ്സിന് എന്ത് കിട്ടുന്നു? ഒരു ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന് കിട്ടുന്നു. ആ ക്യാമ്പസിൽ നിന്ന് ഒരു കൂട്ടം കാൻഡിഡേറ്റ്സിനെ കിട്ടുന്നു. അവർക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളെ നോക്കി നമുക്ക് അവിടെ ചൂസ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താ? പല ജോബ് വേക്കൻസി ഉണ്ടാവും. അതിലിപ്പോ എനിക്ക് ഏറ്റവും സ്യൂട്ട് ഏതാണ് അത് നോക്കി എനിക്ക് സെലക്ട് ചെയ്യാനും പറ്റും. കാൻഡിഡേറ്റ്സ് ക്യാൻ സെലക്ട് ദ പോസ്റ്റ് വിച്ച് സ്യൂട്ട് ദം ഫ്രം ദ അവൈലബിൾ ജോബ് ഓപ്ഷൻ. അവിടെ ലഭ്യമായിട്ടുള്ള ജോബ് ഓപ്ഷൻ അതിൽ നിന്നും കാൻഡിഡേറ്റ്സിന് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യാം. ഓക്കെ അല്ലേ എല്ലാവർക്കും? രണ്ടാമത്തതാണ് സ്കൗട്ടിംഗ് എന്ന് പറയുന്നത്. Scouting is a method in which representatives are sent by human resource department to those places where recruitment activities are going on. Underline the first sentence. അതായത് റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് HR ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ അയക്കുക ചെയ്യുന്നത്. അതാണ് സ്കൗട്ടിംഗ് എന്ന് പറയുന്നത്. Is a method in which representatives are sent. Representatives അയക്കുന്നു ആര്? By the human resource department. Human resource department അവരുടെ representatives-നെ അയക്കുക ചെയ്യുന്നത്. ഇവിടെ എങ്ങോട്ടേക്ക്? Those places where recruitment activities are going on. Recruitment പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് ഈ HR human resource department അവരുടെ representatives-നെ അയക്കുന്നു. Underline ചെയ്തോട്ടെ ഫസ്റ്റ് സെന്റൻസ്. They get in contact with the prospective candidates who are searching for the job. They get in contact. അപ്പൊ അവർക്ക് എന്ത് പറ്റുന്നു? ആ ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സ് ഇല്ലേ അവരുടെ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ് ആ ജോലി അന്വേഷിക്കുന്ന ആ കാൻഡിഡേറ്റ്സിനെ സെർച്ച് ചെയ്യാൻ പറ്റുന്നു. ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവര് അവിടെ ഉണ്ടാവുമല്ലോ. റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്ത് ഉണ്ടാവും അല്ലെ? അപ്പൊ അവരുമായിട്ട് എന്ത് ചെയ്യുന്നു? ആ റെപ്രസെന്റേറ്റീവ്സിന് അവര് എന്ത് ചെയ്യുന്നു? കാൻഡിഡേറ്റ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നു. Then applicants go through an initial interview. Applicantsന് ഇനിഷ്യൽ ഇന്റർവ്യൂയിലൂടെ കടന്നു പോകുന്നു. പിന്നെ നോക്കിയേ ജോബ് ഫെയർ, ഇൻഡോക്ട്രിനേഷൻ സെമിനാർസ്. ഇൻഡോക്ട്രിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവയർനെസ് പോലെയുള്ളത് കേട്ടോ. ഉപദേശിക്കൽ അവയർനെസ് സെമിനാറുകൾ ഇതൊക്കെ സം ഓഫ് ദ അതർ വേ ഓഫ് ദിസ് പർട്ടിക്കുലർ മെത്തേഡ്. ഈ സ്കൗട്ടിംഗ് മെത്തേഡിന്റെ മറ്റു മാർഗങ്ങളാണ് ജോബ് ഫെയറുകൾ. ജോബ് ഫെയർ കേട്ടിട്ടില്ലേ അല്ലെ? കുറെ കമ്പനികള് വന്നിട്ട് നമ്മള് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന ജോബ് ഫെയറുകൾ നടത്താറില്ലേ? കേട്ടിട്ടില്ലേ ജോബ് ഫെയർ എന്നൊക്കെ? ജോബ് ഫെയർ, അതുപോലെ ഇൻഡോക്ട്രിനേഷൻ സെമിനാർസ്, അവർക്കിടെ അവയർനെസ് സെമിനാറുകൾ പോലെ അങ്ങനെയുള്ളതൊക്കെ ഈ സ്കൗട്ടിംഗ് എന്ന് പറഞ്ഞ മെത്തേഡിന്റെ പല മാർഗങ്ങളാണ്. അതർ വേ ഓഫ് ദിസ് പർട്ടിക്കുലർ മെത്തേഡ്. അത് രണ്ടും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. ജോബ് ഫെയർ, ഇൻഡോക്ട്രിനേഷൻ എന്നുള്ളത് അത് രണ്ടും. പിന്നെ ഫസ്റ്റ് സെന്റൻസും അവിടെ അണ്ടർലൈൻ ചെയ്തേണ്ടത്. സ്കൗട്ടിംഗ് ഡാഷ് ഈസ് എ മെത്തേഡ്.
അങ്ങനെ തന്നെ ചോദിക്കുക കേട്ടാ. അത് അണ്ടർലൈൻ ചെയ്ത് ലാസ്റ്റും അണ്ടർലൈൻ ചെയ്യാം. ഇനി മൂന്നാമത്തെയാണ് റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്. Recruitment at the factory gate. It is a method of direct recruitment. ഒരു direct recruitment method ആണിത്. In which a notice is posted outside the factory gate. എന്ത് ചെയ്യുന്നു? ഒരു നോട്ടീസ് ഫാക്ടറി ഗേറ്റിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നു? പോസ്റ്റ് ചെയ്യുന്നു. Okay. In which a notice is posted outside the factory gate. ആ ഫാക്ടറി ഗേറ്റിന് പുറത്ത് എന്ത് ചെയ്യുന്നു? ഒരു നോട്ടീസ് പോസ്റ്റ് ചെയ്യുന്നു. സ്റ്റാർട്ടിംഗ് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ജോബ് വേക്കൻസി. അപ്പൊ ആ പോസ്റ്റ് ആ നോട്ടീസിൽ എന്താ ഉള്ളത്? എന്താണ്? ജോബ് വേക്കൻസിനെ കുറിക്കുന്ന വിവരങ്ങള് അല്ലെ? ജോബ് വേക്കൻസിനെ കുറിക്കുന്ന വിവരങ്ങൾ അടങ്ങുന്ന ഒരു നോട്ടീസ് എവിടെയെങ്കിലും ഫാക്ടറി ഗേറ്റിന് പുറത്ത് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു. അതാണ് റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്. ഇന്ന ജോബ് വേക്കൻസി ഉണ്ട്, ഇത്രയും കാൻഡിഡേറ്റ്സിന് ആവശ്യമുണ്ട്, ഇന്ന ക്വാളിഫിക്കേഷൻ ഇത് ആണ് എന്നിങ്ങനെയൊക്കെയുള്ള ജോബിന്റെ ഒഴിവുകൾ, ജോബ് വേക്കൻസിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻഫർമേഷൻ അത് ഉൾക്കൊള്ളുന്ന ഒരു നോട്ടീസ് ഫാക്ടറി ഗേറ്റിന് പുറത്ത് എന്ത് ചെയ്യുന്നു? പോസ്റ്റ് ചെയ്യുന്നു. അതാണ് റിക്രൂട്ട്മെന്റ് അറ്റ് ഫാക്ടറി ഗേറ്റ് എന്ന് പറയുന്നത്. അതും അണ്ടർലൈൻ ചെയ്തിട്ടോ. ഫസ്റ്റ് സെന്റൻസ് ഒരു സെന്റൻസ് ഉള്ളൂ, അത് അണ്ടർലൈൻ ചെയ്തിടാം. ഇവിടെ ഡാഷ് ഈസ് എ മെത്തേഡ് എന്ന് പറഞ്ഞ് ചോദിക്കാം. മൂന്ന് ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? മൂന്നെണ്ണം ഡയറക്റ്റ് മെത്തേഡുകള്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, രണ്ടാമത്തെയാണ് സ്കൗട്ടിങ്, മൂന്നാമത്തെയാണ് റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്. ഇനി അടുത്തതാണ് ഇൻഡയറക്റ്റ് മെത്തേഡുകൾ. ഇതൊക്കെ ഡയറക്റ്റ് മെത്തേഡ് ഉണ്ടെന്ന് വെച്ചാൽ കാൻഡിഡേറ്റ്സും ആ റിക്രൂട്ടേഴ്സും തമ്മിലുള്ള നേരിട്ടുള്ള ഇടപെടലാണ്. അതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ ഇടയ്ക്ക് ആരും ഒന്നുമില്ല, നേരിട്ട് എന്ത് ചെയ്യുന്നു? അവർ കാൻഡിഡേറ്റ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. അതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്യാമ്പസിലാണെങ്കിൽ നമ്മുടെ റിക്രൂട്ടേഴ്സ് നേരിട്ട് ക്യാമ്പസിൽ ചെല്ലുന്നു, അവിടെ നിന്ന് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നു. ഡയറക്റ്റ് തന്നെ അല്ലെ? സ്കൗട്ടിങ്ങോ അതുപോലെ തന്നെയാ പറഞ്ഞത്. അത് അവിടെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ റെപ്രസെന്റേറ്റീവ്സിനെ അയക്കുക ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റ് ആക്ടിവിറ്റി നടക്കുന്ന പ്ലേസിലേക്ക് നേരിട്ട് അയക്കുന്നു. ഫാക്ടറി ഗേറ്റും നേരിട്ട് ഫാക്ടറി ഗേറ്റിന് പുറത്ത് എന്ത് ചെയ്യുന്നു? നോട്ടീസ് വെക്കും. ഇനി അടുത്തത് ഇൻഡയറക്റ്റ് മെത്തേഡ് നോക്കിയേ. ഇൻഡയറക്റ്റ് മെത്തേഡ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. എന്തൊക്കെയാണ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ വരുന്നത്? ഫസ്റ്റ് ആണ് അഡ്വർടൈസ്മെന്റ്. നിങ്ങൾ പരസ്യങ്ങൾ കണ്ടിട്ടില്ലേ? ജോബിന്റെ ജോലി ഒഴിവൊക്കെ പറഞ്ഞുകൊണ്ട് പേപ്പറിലും ഒക്കെ പരസ്യങ്ങൾ കണ്ടിട്ടില്ല? അഡ്വർടൈസ്മെന്റുകള് അല്ലെ? അതൊരു ഇൻഡയറക്റ്റ് മെത്തേഡ്. നേരിട്ടല്ല അല്ലെ? നേരിട്ടല്ലല്ലോ. റിക്രൂട്ടർ നേരിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് പറയല്ലോ ചെയ്യുന്നേ. എന്താ? അവനൊരു പരസ്യം കൊടുക്കുന്നു, അഡ്വർടൈസ്മെന്റ്. അപ്പൊ നമ്മുടെ ഇടയില് കാൻഡിഡേറ്റ്സിന്റെയും അതുപോലെ ആ റിക്രൂട്ടേഴ്സിന്റെയും ഇടയ്ക്ക് ഒരാളുണ്ട് അവിടെ അല്ലെ? അഡ്വർടൈസ്മെന്റ് അത് വഴിയാണ് നമ്മൾ അറിയുന്നത്. ഒരു മീഡിയേറ്റർ പോലെ ഇടയ്ക്ക് ഒരാളുണ്ട് അവിടെ. അഡ്വർടൈസ്മെന്റ്, പരസ്യങ്ങള്. ഇൻ മോഡേൺ ടൈംസ് ദിസ് മീഡിയം ഹാസ് ബിക്കം ഈക്വലി ഡിഫറെന്റ്. എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്, ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് അഡ്വർടൈസ്മെന്റ് അല്ലെ? പരസ്യങ്ങൾ കൊടുത്താൽ ഇഷ്ടം പോലെ കാൻഡിഡേറ്റ്സിനെ നമുക്ക് അത് അവൈലബിൾ ആയിരിക്കും, നമുക്ക് കിട്ടും അല്ലെ? പരസ്യങ്ങള് അതെന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട്. എനർജറ്റിക് ആണ് ആൻഡ് ക്രിയേറ്റീവ് ആണ് ആസ് കൺസ്യൂമർ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടോ. ഡിഫറെന്റ്, എനർജറ്റിക്, creative as consumer advertising. The advertisement usually provide a brief outline of the job responsibility. Like comment it അവിടെ. ഇനി ഈ അഡ്വർടൈസ്മെന്റിൽ എന്താ പറയുന്നേ? എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ബ്രീഫ് ഔട്ട്ലൈൻ. ഒരു ഔട്ട്ലൈൻ കിട്ടുകയാണ്, ഒരു ബ്രീഫ് ഔട്ട്ലൈൻ കിട്ടുന്നു. എന്തിന്റെ? ജോബിന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്, ജോബ് റെസ്പോൺസിബിലിറ്റി, ഏത് ജോലിയാണ്, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, അത് കോമ്പൻസേഷൻ പാക്കേജുകള്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ വളർച്ചയ്ക്കുള്ള അവസരങ്ങള്, അതേക്കുറിച്ച് want to reach a large target group and desire a good number of qualified individuals who have a cosmopolitan in distribution. അപ്പൊ എന്താണ് ഈ അഡ്വർടൈസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? There is a brief outline of job responsibility, ജോലിയുടെ ഉത്തരവാദിത്തങ്ങള്, കോമ്പൻസേഷൻ പാക്കേജുകള്,
ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിലെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി എന്താണ്? ഇത് വാണ്ട്സ് ടു റീച്ച് ദ ലാർജ് ടാർഗറ്റ് ഗ്രൂപ്പ്. നമ്മൾ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള ഇത്. അത് ഡിസൈഡ് എ ഗുഡ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് ഇൻഡിവിജ്വൽ. ഒരു നല്ല നമ്പർ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയൊക്കെ ആ ഡിസ്ട്രിബ്യൂഷനില് കോസ്മോപൊളിറ്റൻ ഇൻ ഡിസ്ട്രിബ്യൂഷൻ വിതരണത്തിന് പങ്കാളികളാകുന്ന, അല്ലെങ്കിൽ അങ്ങനെ അത് ഉൾക്കൊള്ളുന്ന എന്താണ് വിശ്വവ്യാപിയായ എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണോ കോസ്മോപൊളിറ്റൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു സർവൈവബിളായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല എംപ്ലോയീസിനെ, ഗുഡ് നമ്പർ, നല്ലൊരു നമ്പർ എംപ്ലോയീസിനെ കിട്ടാനും ഇത് ഈ അഡ്വർടൈസ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നു. 3 കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്യുക കേട്ടോ. ഒന്നാമത്തെ, കൺസ്യൂമർ അഡ്വർടൈസിംഗിന്റെ വിബ്രന്റ്, എനർജറ്റിക് ആൻഡ് ക്രിയേറ്റീവ് ആസ് എ കൺസ്യൂമർ അഡ്വർടൈസിംഗ്. അതുപോലെ തന്നെ ഫസ്റ്റ് സെന്റൻസ് ഫുൾ ആയിട്ട് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ചോദിക്കാം. ഇൻ മോഡേൺ ടൈംസ് ദിസ് മീഡിയം ഡാഷ് ഹാസ് എ ഡാഷ് മീഡിയം ഏതാണുള്ളത് അത് നോക്കാം. പിന്നെ അതിന് നമ്മൾ എന്തൊക്കെയാണ് അഡ്വർടൈസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? ജോബ് റെസ്പോൺസിബിലിറ്റി, കോമ്പൻസേഷൻ പാക്കേജ്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ എന്ന അതും കൂടി നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് ദി എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ ഓർ ക്ലബ്ബ്. എംപ്ലോയിയുടെ ട്രേഡ് അസോസിയേഷൻ, വ്യാപാര സംഘടനകള് അല്ലെങ്കിൽ ക്ലബ്ബുകള്, അവിടെ നിന്നും നമുക്ക് എന്ത് കിട്ടും? കാൻഡിഡേറ്റ്സിനെ കിട്ടും. മീറ്റിങ്ങുകള്, കോൺഫറൻസ്, സെമിനാർസ് ആൻഡ് അതർ സോഷ്യൽ ഫങ്ഷൻ ഓഫ് എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ ഓർ ക്ലബ്സ്. ക്ലബ്സിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ നടത്താറില്ലേ? അല്ലെ? മീറ്റിങ്ങുകള്, കോൺഫറൻസുകള്, സെമിനാറുകള്, അപ്പൊ അതൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ആർ മോർ വേ ടു സ്പോട്ടിംഗ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ലഭിക്കാനായിട്ടുള്ള നല്ലൊരു മാർഗമാണ് എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ ഓർ ക്ലബ്ബുകള് ഓർ ക്ലബ്സ്. ഇങ്ങനെയുള്ള ഫങ്ഷൻസ്, ട്രേഡ് അസോസിയേഷൻ അല്ലെങ്കിൽ ക്ലബ്സിന്റെ മീറ്റിങ്ങുകള്, കോൺഫറൻസുകള്, സെമിനാർസ്, അതുപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ ഫങ്ഷൻസ്, ഇവിടെ നിന്നൊക്കെ നമുക്ക് എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കിട്ടാനുള്ള നല്ലൊരു മാർഗമാണ്. ഓക്കെ, ഇനി അടുത്തത് പ്രൊഫഷണൽ അസോസിയേഷൻ. ഇനി അസോസിയേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ? അസോസിയേഷനിലൊക്കെ ആരെങ്കിലൊക്കെ ഉള്ളവരുണ്ടോ? ഏതെങ്കിലും അസോസിയേഷനിലൊക്കെ ഉണ്ടോ? പ്രൊഫഷണൽ അസോസിയേഷൻ, ഇവിടെ നോക്കിയ പ്രൊഫഷണൽ അസോസിയേഷൻ ഓർ ബോഡീസ് ഓഫ് മേജർ പ്രൊഫഷണൽസ് ഉൾക്കൊള്ളുന്ന അവർക്കുടെ ഒരു അസോസിയേഷൻ, ലൈക്ക് ഡോക്ടർമാരുടെ അസോസിയേഷൻ, എഞ്ചിനീയേഴ്സ്, ഓഡിറ്റേഴ്സ്, chartered accountants and managers also provide abundant opportunities to discover potential candidates for technical, scientific and managerial employment opportunities. എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഇങ്ങനെയുള്ള ഈ പ്രൊഫഷണൽ അസോസിയേഷൻസ് അത് ആരുടെ? ഡോക്ടർമാരുടെ ആവാം, എഞ്ചിനീയർമാരുടെ, ഓഡിറ്റേഴ്സിന്റെ, ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ, മാനേജേഴ്സിന്റെ, അല്ലെ? ഇങ്ങനെ ഇവർക്കുടെയൊക്കെ പ്രൊഫഷണൽ അസോസിയേഷൻസ് അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. എന്തിനു വേണ്ടി? അപ്പൊ അസോസിയേഷനിൽ അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകള്, അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതിൽ നിന്നും കാൻഡിഡേറ്റ്സിനെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലേക്ക്, ടെക്നിക്കൽ, സയന്റിഫിക്, മാനേജറിയൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, അതിലേക്ക് കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ പ്രൊഫഷണൽ അസോസിയേഷൻസ് വഴി ലഭിക്കുന്നു. ഓക്കെ, ധാരാളം അവസരങ്ങള് ഈ പ്രൊഫഷണൽ അസോസിയേഷൻ വഴി എന്തിനുള്ളത്? കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താനായിട്ട്, അല്ലെ? ആ ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട്, അതിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ് അവരെ സെലക്ട് ചെയ്യുന്നതിന്, കണ്ടെത്തുന്നതിന് ഉള്ള ഒരു നല്ലൊരു മാർഗമാണ് പ്രൊഫഷണൽ അസോസിയേഷൻ.
ഇനി നെക്സ്റ്റ് ആണ് അതർ റെപ്യൂട്ടഡ് ഫേംസ്, മറ്റുള്ള പ്രശസ്തമായ സ്ഥാപനങ്ങൾ. ഫേംസ് സ്ഥാപനങ്ങൾ, മറ്റുള്ള പ്രശസ്തമായ സ്ഥാപനങ്ങൾ. Nowadays, India has become a trend to recruit human resource from well-known firms. മറ്റ് സ്ഥാപനങ്ങള് സ്ഥാപനങ്ങളൊക്കെ few companies and firms have established a positive reputation on productivity, efficiency and industrial harmony. അതിനകത്ത് നമ്മള് ഈ എന്താ റെപ്യൂട്ടേഷൻ ഒരു ഈ നല്ല പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങള് അവര് ആരുടെ കമ്പനികള്, ചില കമ്പനികള് ഈ ഫേംസ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്കുടെ പ്രശസ്തി നിലനിർത്താനായിട്ട്, അവരുടെ പ്രശസ്തി നിലനിർത്താനായിട്ട് എന്ത് ചെയ്തു, ജോബ് വേക്കൻസി ഫില്ല് ചെയ്യാൻ കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുന്നു, അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Many firms have made effort to discover, പല സ്ഥാപനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ discover appropriate candidates from such firms for filling job position. ഈ ജോബ് പൊസിഷൻ ഫില്ല് ചെയ്യാനായിട്ട് അത്തരം സ്ഥാപനങ്ങള് ഏതാണ്, റെപ്യൂട്ടഡ് ഫേംസ്, പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഉചിതമായ കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താനായിട്ട് അവിടെ നിന്നും നമുക്ക് കിട്ടുന്ന കാൻഡിഡേറ്റ്സിനെ മറ്റുള്ള പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് ഈ അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഡിസ്കവർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ ഇങ്ങനെ എന്താ റിക്രൂട്ട്മെന്റ് നടത്തുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയിലാണെങ്കിൽ വേറെ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ സ്ഥാപനങ്ങളിലുള്ള ആ കാൻഡിഡേറ്റ്സിനെയും അവിടെ നിന്നും നമുക്ക് കിട്ടുമെന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ജോബ് പൊസിഷൻ ഫില്ല് ചെയ്യാനായിട്ട് അത്തരം സ്ഥാപനങ്ങളിൽ നിന്നും ഉചിതമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താനായിട്ട് അങ്ങനെ പല സ്ഥാപനങ്ങളും ശ്രമിച്ചിട്ടുണ്ട്. അവിടെ നിന്നും നമുക്ക് കിട്ടും. അപ്പൊ ഇത്രയാണ് ഏതിൽ പറഞ്ഞിരിക്കുന്നത്, ഇൻഡയറക്റ്റ്, അത് വഴിയും നമുക്ക് കിട്ടും. ഇൻഡയറക്റ്റ് മെത്തേഡില് അഡ്വർടൈസ്മെന്റ് വഴി, പിന്നെ എംപ്ലോയിയുടെ ട്രേഡ് അസോസിയേഷൻ ഓഫ് ക്ലബുകൾ വഴി പ്രോപ്പർ കാൻഡിഡേറ്റ്സിനെ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ പ്രൊഫഷണൽ അസോസിയേഷൻസ് വഴി, അതർ റെപ്യൂട്ടഡ് ഫേംസ് വഴി. ഓക്കെ, ഇനി അത് നോക്കി വെക്കണം കേട്ടോ. ഇവിടെ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഏതൊക്കെയാണ്, അഡ്വർടൈസ്മെന്റ്, എംപ്ലോയി ട്രേഡ് അസോസിയേഷൻ ഓർ ക്ലബ്സ്, പ്രൊഫഷണൽ അസോസിയേഷൻ, അതർ റെപ്യൂട്ടഡ് ഫേംസ്. ഇനി മൂന്നാമത്തെയാണ് തേർഡ് പാർട്ടി മെത്തേഡ്. തേർഡ് പാർട്ടി, അതിന്റെ ഇടയിൽ ഇതുപോലെ ഒരു മീഡിയേറ്റർ ആയിട്ട് മൂന്നാം കക്ഷി അല്ലെ, തേർഡ് പാർട്ടി മെത്തേഡ്, മൂന്നാമതൊരാള് വഴി. Okay, third party method which are most common are as follows. കോമൺ ആയിട്ടുള്ള തേർഡ് പാർട്ടി മെത്തേഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെയാണ് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്. പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്, നിങ്ങൾ എവിടെയെങ്കിലും എന്താ പറയാ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? പ്രൈവറ്റ് ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാണെങ്കിലും നമ്മുടെ ബയോഡേറ്റ ഒക്കെ വെച്ചിട്ട് കുറച്ച് പേയ്മെന്റ് ചെറിയൊരു ഫീസോട് കൂടി നമ്മൾ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? വേറെ നല്ലൊരു ഏജൻസിയാണ്. യെസ്, എവിടെ ഇട്ടിട്ട് അതായത് ഒരു ഏജൻസിയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒഴിവുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ ഏജൻസി മുഖാന്തരം നമ്മൾ അറിയിക്കും. മനസ്സിലായോ? നമ്മളവിടെ ഡ്രൈവിംഗ് സ്കൂളില് അതൊരു ഏജൻസിയാണ്. ഇപ്പൊ വലിയ സ്ഥാപനങ്ങളിൽ ഒഴിവുണ്ടെങ്കിൽ അവിടെ നിന്ന് നേരിട്ടല്ല നമ്മൾ അറിയുന്നത്. എന്താ, അവിടത്തെ ആ ഒഴിവുകൾ കാര്യങ്ങൾ ഏജൻസിയിലേക്ക് എത്തും. ഏജൻസി വഴി ഏജൻസിയിൽ നമ്മൾ എന്താ പറയാ, നമ്മുടെ ചെറിയൊരു ഫീസ് കൊടുത്തിട്ട് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഒഴിവുകൾ വരുമ്പോ ആ ഏജൻസി നമ്മളെ കോണ്ടാക്ട് ചെയ്യും. എന്നിട്ട് പറയും ഇന്ന സ്ഥാപനത്തിൽ ഇങ്ങനെ ഒഴിവുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോട് അറിയും. നമ്മുടെ രണ്ടുപേർക്കിടെ ഇടയിൽ, റിക്രൂട്ടേഴ്സിന്റെ ആ സ്ഥാപനത്തിന്റെയും കാൻഡിഡേറ്റ്സിന്റെ ഇടയിൽ അവിടെ ആരുണ്ട്? ഏജൻസികളുണ്ട്. അത് പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസീസ്. ഓക്കെ, കാര്യം മനസ്സിലായില്ല എന്താണെന്നുള്ളത്? They are used extensively and charge very little fees from our applicants. അവരെങ്ങനെയാ? പ്രൈവറ്റുകാരാണ്, ഫ്രീ ഒന്നും അല്ല അല്ലെ? ഫ്രീ ആയിട്ട് ചെയ്തു തരുമോ? എന്താ
ഇപ്പൊ മാരേജ് ഒക്കെ നമ്മള് അല്ലെ ഏജൻസിയിലൊക്കെ നമ്മൾ പരസ്യങ്ങൾ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോ അവര് വഴി നമുക്ക് ഇതില്ലേ ഫ്രീ ആയിട്ടൊന്നും ചെയ്തു തരില്ല അല്ലെ കല്യാണമൊക്കെ നമ്മളിങ്ങനെ എവിടെയെങ്കിലും അഡ്വർടൈസ് ഇതിങ്ങനെ മാട്രിമോണിയോ മാരേജ് ബ്യൂറോയിലൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുമ്പോ അവര് വഴിയാ ഇന്ന സ്ഥലത്ത് ഇന്ന ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവര് തമ്മില് രണ്ടുപേരുടെ ഇടയിലും ഇവിടെ ഒരാളുണ്ട്. അതുപോലെയാണ് ഇപ്പൊ ജോബ് വേക്കൻസി വരികയാണെങ്കിൽ ആ സ്ഥാപനം നേരിട്ടല്ല നമ്മൾ അറിയിക്കുന്നത് അവിടെ എന്താണ് ഒരു ഏജൻസി വഴിയാണ്. അപ്പൊ നമ്മുടെ ഏജൻസിയിൽ ചെറിയൊരു ഫീസ് കൊടുത്ത് അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിടും. നമ്മുടെ ബയോഡാറ്റ ക്വാളിഫിക്കേഷൻ ഇതെല്ലാം ഉണ്ടല്ലോ അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ വരുമ്പോൾ ആ ഏജൻസിയാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. അതാണ് they are used extensively എന്ന് പറഞ്ഞാൽ വ്യാപകമായി and charge very little fees from the applicants ൽ നിന്ന് ചെറിയൊരു ഫീസ് ഈടാക്കും. They focus on specific occupations such as general office helper, salesman, technical workers, accountants, computer staff, engineers and executives. അങ്ങനെയുള്ള സ്പെസിഫിക് ജോലിയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും ആ ഒരു ജോലിക്കൊക്കെ ഓഫറുള്ള ഇങ്ങനെയുള്ള ജോലികള് ആ ഒരു ജോലിയും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ അവര് എന്ത് ചെയ്യുന്നു അത് അറിയിക്കും. These private agencies work as a middleman between employees and the employer. എംപ്ലോയിയുടെയും എംപ്ലോയറിന്റെ ഇടയ്ക്ക് ഒരു മിഡിൽമാൻ ആയിട്ട് ഇടയ്ക്ക് ഒരാളായിട്ട് ആര് നിൽക്കും? The private agencies. These private agencies work as middleman between employees and employers. എംപ്ലോയീസിനും എംപ്ലോയറിന്റെ ഇടയ്ക്ക് മിഡിൽമാൻ ആയിട്ട് ആര് നിൽക്കും? പ്രൈവറ്റ് ഏജൻസീസ്. അണ്ടർലൈൻ ചെയ്തിട്ടോ. ഓക്കെ, ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഇനി രണ്ടാമത്തെയാണ് സ്റ്റേറ്റ് ഓർ പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസീസ്. പബ്ലിക് എംപ്ലോയ്മെന്റ്, സ്റ്റേറ്റ് ഓർ പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസീസ്. നിങ്ങളെ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? 10th കഴിഞ്ഞപ്പോ നിങ്ങളുടെ അടുത്തുള്ള എംപ്ലോയ്മെന്റില് ഇല്ലേ? അവിടെ വേറെ ഇതൊന്നുമില്ല. നമ്മൾ 10th കഴിയുമ്പോഴത്തേക്കും നമ്മൾ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടും അപ്പൊ എന്തെങ്കിലും ഒഴിവോ കാര്യങ്ങളോ വരുമ്പോ എംപ്ലോയ്മെന്റിൽ നിന്ന് നമ്മളെ വിളിക്കും. അങ്ങനെയില്ലേ? ഇഷ്ടംപോലെ പേർക്ക് അങ്ങനെ ജോലി കിട്ടുന്നുണ്ട് അല്ലെ? നമ്മുടെ സീനിയോറിറ്റി അനുസരിച്ച് നമ്മളത് പുതുക്കിക്കൊണ്ടിരിക്കണം. 3 വർഷമായിട്ട് കൂടുമ്പോൾ നമ്മളത് പുതുക്കണം. ഇനി ഡിഗ്രി പഠിച്ചു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യണം. അടുത്തത് പഠിച്ചു കഴിയുമ്പോൾ ആ സർട്ടിഫിക്കറ്റും കൊണ്ടുവന്ന് ആഡ് ചെയ്യണം. അപ്പൊ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എവിടെ ജോലി ഒഴിവ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എംപ്ലോയ്മെന്റ് വഴി 6 മാസത്തേക്കോ 3 മാസത്തേക്കോ അങ്ങനെ ചിലർക്ക് സ്ഥിരമായിട്ട് തന്നെ അങ്ങനെ കിട്ടാറുണ്ട് എംപ്ലോയ്മെന്റ് വഴി. ഓക്കെ, പബ്ലിക് സ്റ്റേറ്റ് ഓർ പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസികൾ. These are known as employment or labor exchange. Employment exchange നടത്തില്ലേ? Employment or labor exchange underline ചെയ്തിട്ടോ. Public employment agencies are also known as employment or labor exchange. They provide a clearing house for job and job information along with a wide range of services such as counseling, job searching and information about the labor market, workers and pay rate. Okay, they provide a clearing house ആണ് for the job and job information. ജോലിനെ കുറിച്ച് നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ എവിടെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒഴിവുള്ളത് എന്താണ് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കാം. അവിടെ എന്ന് പറഞ്ഞാൽ അതൊരു ക്ലിയറിംഗ് ഹൗസ് ആണ്. ജോബിനെ കുറിച്ച് ജോലിനെ കുറിച്ച് ജോലിയുടെ വിവരങ്ങള് along with ഏതിനൊപ്പം counseling and job searching and information about the labor market, workers and pay rate എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി ഈ സർവീസുകള് അല്ലെ? സർവീസിനൊപ്പം ജോലിയും അതുപോലെ ജോബിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും ഒക്കെ നൽകുന്ന ഒരു ക്ലിയറിംഗ് ഹൗസ് ആണ് ഇത് എംപ്ലോയ്മെന്റ് ഏജൻസി എന്ന് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് രണ്ടാമത്തെയും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ. മൂന്നാമത്തെ സ്കൂൾസ്, കോളേജസ് ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവരൊരു ഏതാണ് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നുണ്ട്.
സ്കൂളുകള്, കോളേജുകള്, പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അതുവഴി ഇപ്പൊ നമ്മൾ ആ സ്ഥാപനത്തിൽ പഠിച്ചതാണ്. അപ്പൊ എന്തെങ്കിലും ജോബ് വേക്കൻസി വരുമ്പോൾ ആ സ്കൂളിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് നമ്മൾ അറിയിക്കും അല്ലെ. അപ്പൊ ഇത് വഴിയാണത്. ഓൾ ദിസ് പ്രൊവൈഡ് ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ റിക്രൂട്ടിംഗ് ദെയർ സ്റ്റുഡൻസ്. അവരുടെ സ്റ്റുഡൻസ് ആണ് നമ്മൾ ആ സ്കൂളിൽ പഠിച്ചത് അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചതാണ്, അവർക്കുടെ സ്റ്റുഡൻസ് ആണ്. അവർക്കുടെ സ്റ്റുഡൻസിനെ ആ ഒരു പോസ്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ അവര് ധാരാളം ഒഴിവുകൾ നൽകുന്നത്. പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി. ആ കുട്ടികൾക്ക് ഒരു ജോലി കിട്ടാനായിട്ട് ഈ സ്കൂളുകളും കോളേജും പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ ധാരാളം അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Okay, these general and technical professional institutions provide blue collar, white collar, and managerial personnel. These general and technical professional institutions provide blue collar എന്ന് പറയുന്നത് എന്താ? ബ്ലൂ കോളാർ എന്ന് പറഞ്ഞാൽ ഓഫീസിന് പുറത്തുള്ള ജോലിയില്ലേ, അത് പുറത്ത് ചെയ്യുന്ന ജോലികൾ, ഓഫീസ് വർക്ക് അല്ല, അല്ലാതെ ഓഫീസിന് പുറത്ത് ചെയ്യുന്ന വർക്കുകളൊക്കെ. വൈറ്റ് കോളർ എന്ന് പറയുന്നത് ഏതാണ്? സാധാരണ ഓഫീസ് വർക്കുകളാണ്. ഓഫീസ് ആ ഒരു ക്രമീകരണത്തിനുള്ളിൽ ചെയ്യുന്ന വർക്കുകളാണ്. ഓക്കെ, കുറച്ചും കൂടി ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർക്ക് നമ്മൾ എന്താണ് വൈറ്റ് കോളർ, അതായത് ഓഫീസിൽ തന്നെ ചെയ്യുന്ന വർക്കുകൾ. ആൻഡ് മാനേജറിയൽ പേഴ്സണൽ. മാനേജർ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിലുള്ള ഒരു മാനേജർ പൊസിഷനിലേക്ക് അല്ലെ, അങ്ങനെയുള്ള കുറച്ചും കൂടി ഉത്തരവാദിത്തങ്ങളും സ്ഥാനങ്ങളും ഒക്കെ വഹിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒഴിവുകളിലേക്ക് എന്ത് ചെയ്യുന്നു? ആ സ്കൂളോ കോളേജോ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഒക്കെ ഒരു അവസരം കൊടുക്കുകയും ചെയ്യുന്നു. അവരുടെ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് അവരൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അതായത് അവര് വഴി നമ്മളെ അറിയിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ച കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മളെ വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത്, ഇത് ഇവിടെ ഒഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മള് അങ്ങനെ ചെയ്യുന്നു. അതിന്റെ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത് സ്കൂളുകളും കോളേജ് ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെയാണ്. This provide the opportunity for recruiting their students. അവർക്കുടെ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ ആയോ? General and technical or professional institution provide എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യില്ലേ? ബ്ലൂ കോളർ, വൈറ്റ് കോളർ, മാനേജറിയൽ പേഴ്സൺ. ഓഫീസിന് പുറത്തുള്ള ജോലികള്, ഓഫീസിൽ ഇരുന്ന് ചെയ്യുന്ന ജോലികള്, കുറച്ചും കൂടി ഹൈ ആയിട്ടുള്ള മാനേജറൽ പൊസിഷൻസ്, പേഴ്സണൽസ്, അങ്ങനെയുള്ള ഇതും ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഓർ റിക്രൂട്ടിംഗ് ഫേംസ് ഓർ എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ്. പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ്, സ്ഥാപനങ്ങള്, ഓർ റിക്രൂട്ടിംഗ് ഫേംസ്, റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങള്, എക്സിക്യൂട്ടിംഗ് റിക്രൂട്ടേഴ്സ്. They keep entire information records about the employed executives. These consulting firms suggest highly competent individuals for managerial, marketing, and production engineer post. Okay, the professional organization, the recruiting firms, or executive recruiters can they keep entire information record. മൊത്തത്തില് എന്താണ് ഈ ഒരു എംപ്ലോയിഡ് എക്സിക്യൂട്ടീവ്സിനെ, ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്ന റെക്കോർഡുകളുടെ ഒരു മൊത്തത്തിലുള്ള ഇൻഫർമേഷൻ ഇവര് കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ റിക്രൂട്ടിംഗ് ഫേംസ് കീപ്പ് ചെയ്യുന്നുണ്ട്. കൺസൾട്ടിംഗ് ഫേംസ്, അവര് ദീസ് കൺസൾട്ടിംഗ് ഫേംസ്, ഈ സ്ഥാപനങ്ങള് സജസ്റ്റ് ഹൈലി കോമ്പീറ്റന്റ് ഇൻഡിവിജ്വൽ ഫോർ, ഏറ്റവും നല്ല കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഏറ്റവും കഴിവുള്ള ഇൻഡിവിജ്വൽസിനെ മാനേജറിയൽ, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് ഒക്കെ അവരെന്ത് ചെയ്യുന്നു? സജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സജസ്റ്റ്. അപ്പൊ നമ്മുടെ ആ ജോബ് എംപ്ലോയിഡ് എക്സിക്യൂട്ടീവ്സ്, ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസിനെ കുറിച്ചുള്ള ആ എല്ലാ വിവരങ്ങളും ഈ റിക്രൂട്ടിംഗ് ഫേംസ് സൂക്ഷിക്കുന്നുണ്ട്, അവരുടെ കയ്യിലുണ്ട്. ഈ കൺസൾട്ടിംഗ് സ്ഥാപനങ്ങള് മാനേജറിയൽ, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് ഉള്ള ഉയർന്ന വ്യക്തികളെ ആ ഒരു പൊസിഷനിലേക്ക് ഇരിക്കാനായിട്ടുള്ള കോമ്പീറ്റന്റ് ആയിട്ടുള്ള കഴിവുള്ള ഇൻഡിവിജ്വൽസിനെ എന്ത് ചെയ്യുന്നു? നിർദ്ദേശിക്കുന്നു. ഈ റിക്രൂട്ടിംഗ് ഫേംസ് നിർദ്ദേശിക്കുന്നു. പ്രൊഫഷണൽ ഓർഗനൈസേഷൻ അവര് നിർദ്ദേശിക്കുക ചെയ്യുന്നത്, സജസ്റ്റ്, അവര് സജസ്റ്റ് ചെയ്യാണ്.
ഈ കൺസൾട്ടിംഗ് ഫേംസ്, ഈ സ്ഥാപനങ്ങൾ, ഈ കൺസൾട്ടിംഗ് ഫേംസ് സജസ്റ്റ് ചെയ്യുന്നു ഹൈലി കോമ്പിറ്റന്റ് ഇൻഡിവിജ്വൽ, ഏറ്റവും നല്ല കഴിവുള്ള ഇൻഡിവിജ്വലിനെ ഈ മാനേജറൽ മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് അവര് സജസ്റ്റ് ചെയ്യുന്നു. ഇനി അടുത്തതാണ് ട്രേഡ് യൂണിയൻ. ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിലാളി സംഘടനകള്. ട്രേഡ് യൂണിയൻ, തൊഴിലാളി സംഘടനകള്. Trade union offer manual and skilled workers in sufficient quantity. Trade union, trade തൊഴിലാളി സംഘടനകള് മാനുവൽ ആയിട്ടുള്ള സ്കിൽഡ് വർക്കേഴ്സിനെ സഫിഷ്യന്റ് ഒരു ക്വാണ്ടിറ്റി, സഫിഷ്യന്റ് അളവിൽ ഈ ട്രേഡ് യൂണിയൻ ഓഫർ ചെയ്യുന്നു. ഓരോ യൂണിയനും, ഓരോ തൊഴിലാളി സംഘടനകളും എന്ത് ചെയ്യുന്നു? ഈ സഫിഷ്യന്റ് ക്വാണ്ടിറ്റിയിലുള്ള ഈ കാൻഡിഡേറ്റ്സ് വർക്കേഴ്സിനെ ഓഫർ ചെയ്യുന്നുണ്ട്. In few organizations, formal agreements are made to give a priority to the candidates recommended by the trade union during the recruitment process. അല്ലെ? അങ്ങനെ ഓരോ യൂണിയനൊക്കെ. ഇനി ചില സ്ഥാപനങ്ങളുണ്ടല്ലോ, ഈ ട്രേഡ് യൂണിയനുമായിട്ട് ഒരു ഫോർമൽ എഗ്രിമെന്റ് ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവർക്കുടെ യൂണിയനിൽ പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സില് ഇത് പ്രയോറിറ്റി, അവർക്ക് പ്രയോറിറ്റി, മുൻഗണന കൊടുക്കണം. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവാം. ചിലപ്പോ ആ സ്ഥാപനത്തില് ഇന്ന യൂണിയനില് അല്ലെങ്കിൽ യൂണിയൻ ബേസ് ചെയ്തിട്ട് വരുന്ന കാൻഡിഡേറ്റ്സ് 5 പേരെ യൂണിയനിൽ നിന്നുള്ളത് എടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോ. അതൊരു എഗ്രിമെന്റ് ഉണ്ടാവുന്ന പറഞ്ഞേക്കണം അവര് തമ്മിൽ. Formal agreement are made to give priority. അവർക്ക് വേണം priority, മുൻഗണന കൊടുക്കാൻ to the candidates recommended by the trade union. Trade union recommend ചെയ്ത തൊഴിലാളി സംഘടനകള് അവര് റെക്കമെൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് give the priority, അവർക്ക് priority നൽകണം എന്നുള്ള ഒരു എഗ്രിമെന്റ്, ഫോർമൽ എഗ്രിമെന്റ് ഈ ചില ഓർഗനൈസേഷനും ഈ ട്രേഡ് യൂണിയനും തമ്മിലുണ്ട്. During the recruitment process, ആ റിക്രൂട്ട്മെന്റ് പ്രോസസ്സില് അവര് റെക്കമെൻഡ് ചെയ്യുന്നു അല്ലെ, ആ കാൻഡിഡേറ്റ്സിന് വേണം, ആ യൂണിയനിലുള്ള അല്ലെങ്കിൽ അവര് റെക്കമെൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഗിവ് പ്രയോറിറ്റി, അവർക്ക് പ്രയോറിറ്റി കൊടുക്കണം. ഓക്കെ. അപ്പൊ ട്രേഡ് യൂണിയൻ അതൊരു എന്താണ്? തേർഡ് പാർട്ടി മെത്തേഡ് ആണ്. നമ്മുടെ രണ്ടുപേരുടെ ഇടയിൽ യൂണിയൻ ഉണ്ട് അവിടെ, തൊഴിലാളി സംഘടനകള് അവരാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ. അവര് പറയുന്നവർക്ക് പ്രയോറിറ്റി ബേസിൽ ജോലി കൊടുക്കണം. ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സില് ആ ട്രേഡ് യൂണിയൻ കാൻഡിഡേറ്റ്സിനെ റെക്കമെൻഡ് ചെയ്യുന്നു. ഓക്കെ. അത് കാൻഡിഡേറ്റ്സിനെ റെക്കമെൻഡ് ചെയ്യുന്ന ആ എന്താ പറയാ ട്രേഡ് യൂണിയൻ അവര് അല്ലെങ്കിൽ അവര് പറയുന്ന കാൻഡിഡേറ്റ്സിന് അവിടെ പ്രയോറിറ്റി കൊടുക്കണം. ഓക്കെ. അടുത്ത നോക്കിയേ, ക്യാഷ് എഫർട്ട്, ക്യാഷ് ആൻഡ് ലേബർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Trade union offer manual and skilled workers in sufficient quantity. ആ ഒരു ഒറ്റ സെന്റൻസ്, രണ്ട് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തു അവിടെ. ഇനി നോക്കിയേ, casual labor or applicant at the gate. സാധാ casual ആയിട്ടുള്ളത്, casual labor or applicant at the gate. Applicant at the gate. Okay. Many industries are dependent on the casual labor who daily marks his presence of the factory gate or employment office. Daily wages നൊക്കെ എടുക്കൂലേ? ഡെയിലി വേജസിനൊക്കെ ഫാക്ടറി ഗേറ്റിലോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓഫീസിലോ ദിവസവും അവരുടെ പ്രസൻസ് രേഖപ്പെടുത്തുന്ന കാഷ്വൽ ആയിട്ടുള്ള തൊഴിലാളികള് അതിനെ ആശ്രയിച്ചിട്ടാണ് പല ഇൻഡസ്ട്രി, പല വ്യവസായങ്ങൾ ഇരിക്കുന്നത്. അതായത് ഇപ്പൊ ഡെയിലി വേജസ് ഒക്കെ പോലെ അങ്ങനെ ജോലിക്ക് കയറുന്നവരില്ലേ, കാഷ്വൽ സാധാ രീതിയില് നേരിട്ട് അല്ല, ഒത്തിരി നേരിട്ട് ഇതൊന്നും അല്ല. ഇപ്പൊ ഡെയിലി വേജസിൽ നമ്മള് കാൻഡിഡേറ്റ്സിനെയൊക്കെ റിക്രൂട്ട് നടത്തൂലേ, അതൊക്കെയാണ് പറഞ്ഞത്. കാഷ്വൽ ലേബർ സാധാ രീതിയിലുള്ള തൊഴില് അല്ലെങ്കിൽ ഓർ ദ ആപ്ലിക്കന്റ് അറ്റ് ദ ഗേറ്റ്. മെനി ഇൻഡസ്ട്രീസ് അത് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, കാഷ്വൽ ലേബറിനെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. ഹു ഡെയിലി മാർക്സ് ഹിസ് പ്രസൻസ് ഓൺ ദ ഫാക്ടറി ഗേറ്റ് ഓർ ദ എംപ്ലോയ്മെന്റ് ഓഫീസ്. ഫാക്ടറി ഗേറ്റിലോ എംപ്ലോയ്മെന്റ് ഓഫീസിലോ ദിവസവും
തന്റെ സാന്നിധ്യം രേഖപ്പെടുന്ന ടെമ്പററി വർക്കേഴ്സ് ആണ്. ടെമ്പററി വർക്കേഴ്സ് അവരെ ആശ്രയിച്ചിട്ടാണ് പല വ്യവസായങ്ങളും ഇരിക്കുന്നത്. അങ്ങനെയല്ലേ ഇപ്പൊ ഒരാള് ലീവ് എടുത്തു കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് ആ പോസ്റ്റിലേക്ക് ജോബ് ഫില്ല് ചെയ്യൂലേ? അത് ദിവസവേതനം ഡെയിലി വേജസ് ആയിട്ട് ഒരു ദിവസം ജോലി ചെയ്ത അവർക്ക് ഇത്ര, അല്ലാതെ നമുക്ക് സാലറി കണക്കല്ല, ആ ഡെയിലി കൊടുക്കുന്ന ഇത് തന്നെയാണ്. ആണ് ക്യാഷ്വൽ ലേബർ ഓർ ആപ്ലിക്കൻ അറ്റ് ദ ഗേറ്റ്. ഇനി അടുത്തത് ജി, അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കൻസ്. അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കന്റ് എന്ന് വെച്ചാൽ എന്താ? ഏകീകരിക്കാത്ത ആപ്ലിക്കേഷൻസ്. അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ എന്താന്ന് നോക്കിയാൽ, these are certain job posts for which a small number of candidates apply. ഏത് ജോലിയിലേക്കാ കുറച്ച് പേര് അപ്ലൈ ചെയ്യുന്നത്? അങ്ങനെയുള്ള ജോബ് പോസ്റ്റ് ഏതാ? കുറച്ച് ആളുകളെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഏതാണ്? റിസ്ക് ഉള്ള ജോലിക്ക് അല്ലെ? നല്ല റിസ്ക് ഉള്ള ജോലിയിലേക്ക് നമ്മളൊരു അപേക്ഷ വിളിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ച് കാൻഡിഡേറ്റ്സ് മാത്രമേ അതിലേക്ക് അപ്ലൈ ചെയ്യുള്ളൂ. ഹൈ റിസ്ക് കാരണം, ജോലിയുടെ ആ റിസ്ക് കാരണം. അതാണ് ചില ജോലിയിലേക്ക്, ചില ആ ഒരു എന്താണ് ചില ജോബ് പോസ്റ്റിലേക്ക് വളരെ കുറച്ച് കാൻഡിഡേറ്റ്സ് മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നോക്കിയേ എന്താണ്? ഇൻ സച്ച് എ കേസ്, ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷൻ ക്യാൻ സെർച്ച് ദ ആപ്ലിക്കേഷൻ ഫോം ഓഫ് ദോസ് കാൻഡിഡേറ്റ്സ് who have approached the organization for the vacancies available by their own effort. അല്ലെ? അപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പൊ ഇപ്പൊ 10 ഒഴിവുണ്ടെങ്കിൽ ചിലപ്പോ അതിലേക്ക് നമുക്ക് ആകെ ചിലപ്പോ 12 പേരൊക്കെ ആയിരിക്കും തരുന്നുള്ളൂ. അതവിടെ ആയിരക്കണക്കിന് ആളുകളൊന്നും ചിലപ്പോ അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുന്ന വരില്ല. കാരണം എന്താ? റിസ്ക് ജോലി കാരണം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ ആ ലഭ്യമായ ഒഴിവുകളിലേക്ക് ഓരോ സ്ഥാപനത്തെ, ഓർഗനൈസേഷനെ സമീപിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സ്, ഓർഗനൈസേഷൻ ഇപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത കാൻഡിഡേറ്റ്സ് ഇല്ലേ, വളരെ കുറച്ച് കാൻഡിഡേറ്റ്സ്, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഫോമുകൾ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഫോമുകൾ ഓർഗനൈസേഷൻ സ്വയം അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ പറ്റും. അങ്ങനെയുള്ള അപ്പൊ വളരെ കുറച്ച് നോക്കിയാൽ മതി അല്ലെ? അപ്പൊ അതിലെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കേഷൻ, ഏകീകരിക്കാത്ത ആപ്ലിക്കേഷൻ. അതായത് എന്താ? റിസ്ക് വർക്ക് കാരണം ആ ഒരു പോസ്റ്റിലേക്ക് കുറച്ച് കാൻഡിഡേറ്റ്സ് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യത്തില് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു? ആപ്ലിക്കേഷൻ ഫോം അന്വേഷിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇല്ലേ, അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. ഇനി അടുത്തത് എച്ച്, വോളണ്ടറി ഓർഗനൈസേഷൻ ആണ്. വോളണ്ടറി ഓർഗനൈസേഷൻ. വോളണ്ടറി സന്നദ്ധ സംഘടനകൾ, വോളണ്ടറി ഓർഗനൈസേഷൻസ്. These organizations such as private ക്ലബുകളാകാം. അത് social organization might also supply employees like who are physically handicapped, widow or married women, aged person, retired people, etc. അങ്ങനെയുള്ള ചില സംഘടനകളില്ലേ, സന്നദ്ധ സംഘടനകൾ. അപ്പൊ അവര് അല്ലെങ്കിൽ ക്ലബുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരെന്ത് ചെയ്യുന്നു? അവർക്കിടെ ഇതിനകത്ത് വരുന്ന വല്ല ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ള ആളുകളെ അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിധവകള്, നമ്മള് കല്യാണം വിധവകള് അല്ലെ, വിഡോസ്, അല്ലെങ്കിൽ മാരീഡ് വുമൻ. മാരീഡ് വുമൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇനി കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് എന്താ അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ തീരെ വളരെ പാവപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിനകത്തുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഏജ്ഡ് പേഴ്സൺസ്, പ്രായമുള്ള ആളുകള്, റിട്ടയർഡ് ആയിട്ടുള്ള ആളുകള്, അവരെയൊക്കെ എന്ത് ചെയ്യുന്നു? അവരെയൊക്കെ ആ ക്ലബുകൾ വഴി ആ ജോലി കൊടുക്കുന്നു. അങ്ങനെയല്ലേ? ക്ലബുകളൊക്കെ ഉണ്ടാവും അങ്ങനെ സന്നദ്ധ ഇത്. അപ്പൊ നമ്മൾ ആ ക്ലബുകൾ വഴി ഇങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ചിട്ട് അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുന്നു? ആ ഒരു പോസ്റ്റ്, ആദ്യം ജോബ് വേക്കൻസി, ആ ഒരു പോസ്റ്റിലേക്ക് അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയും ചെയ്യുന്നത്.
These organizations such as private club, social organization might also supply the employee. ഇവര് എംപ്ലോയീസിന് സപ്ലൈ ചെയ്യും. അപ്പൊ ആ ക്ലബിന്റെ കീഴില് ക്ലബ് അത് മുന്നേ ഇറങ്ങിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, അവര് ആ സ്ഥാപനത്തിന് കാൻഡിഡേറ്റ്സിനെ കൊടുക്കും. മനസ്സിലായോ? ആ ക്ലബുകള്, പ്രൈവറ്റ് ക്ലബുകള് മുന്നിട്ട് നിന്നുകൊണ്ട് അവരാണ് ആ സ്ഥാപനത്തിലേക്ക് എന്ത് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ കൊടുക്കുന്നത്. അപ്പൊ അത് ഇങ്ങനെയുള്ളവര് ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടുള്ളതാകാം, ആ ഒരു അവർക്കുടെ ഒരു ഇതിനകത്തുള്ളവര് വിഡോകളാവാം, ഓർ മാരീഡ് വുമൺ ആവാം, ഏജ്ഡ് ആയിട്ടുള്ള പ്രായമായിട്ടുള്ള ആളുകളാവാം, റിട്ടയർഡ് പീപ്പിൾ ആവാം. അടുത്തതാണ് കമ്പ്യൂട്ടർ ഡേറ്റ ബാങ്ക്. കമ്പ്യൂട്ടർ ഡേറ്റ ബാങ്ക്സ്. When a company needs a specific type of employee, job description and the job specification are uploaded into the computer, where they are matched with the resume data stored therein. എന്താണ് കമ്പ്യൂട്ടർ ഡേറ്റ ബാങ്ക്സ്? അപ്പൊ നമ്മൾ ഓരോ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള ഡേറ്റാസ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് ഏതെങ്കിലും ഇത് വേണം, ഒരു കമ്പനിക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള എംപ്ലോയീസിനെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, അതായത് അവരുടെ ജോലിയുടെ വിവരങ്ങളും ജോലിയുടെ സവിശേഷതകളും, ജോബ് സ്പെസിഫിക്കേഷൻ, ജോലിയെ കുറിച്ചുള്ള വിവരങ്ങള്, ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ജോബ് സ്പെസിഫിക്കേഷൻ, ജോബിനെ കുറിച്ചുള്ള വിവരങ്ങള്, ജോലിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഓരോ കാൻഡിഡേറ്റ്സിനെ കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യാണ്. അപ്പൊ അവിടെ അതിന് സംഭരിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒഴിവുണ്ടെങ്കിൽ നമ്മൾ ആ ഡേറ്റാസ് കമ്പ്യൂട്ടറിലെ ഡേറ്റ നോക്കിയിട്ട് ആ പോസ്റ്റിൽ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ആ റെസ്യൂമുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. മനസ്സിലായോ? കമ്പ്യൂട്ടർ ഡേറ്റയാണ്. അപ്പൊ ആ എംപ്ലോയീസ് കാൻഡിഡേറ്റ്സിന്റെ കമ്പ്യൂട്ടറിലെ ലിസ്റ്റ് നോക്കിയിട്ട് ആ റെസ്യൂമ് നോക്കി കഴിയുമ്പോൾ അത് കറക്റ്റ് മാച്ച് ആവുന്ന അങ്ങനെയുള്ള ഇവരെ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന ആരോ കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടർ ഡേറ്റ ബാങ്ക്സ്. കമ്പ്യൂട്ടറിൽ കാൻഡിഡേറ്റ്സിന്റെ ഡേറ്റാസ് ഉണ്ടാവും. റെസ്യൂം ഒക്കെ ഇല്ലേ, നമ്മൾ ബയോഡേറ്റ ഇതൊക്കെ ഇല്ലേ, അങ്ങനെ ഡേറ്റാസ് ഉണ്ടാവും, റെസ്യൂം ഉണ്ടാവും. എന്നിട്ട് ഏത് പോസ്റ്റ് ആണ്, ഏതാണ് ക്വാളിഫിക്കേഷൻ ഒക്കെ, ഏതാണ് ഒഴിവുള്ളതെന്ന് നോക്കിയിട്ട് അതുമായിട്ട് മാച്ച് ചെയ്യുന്നത് എവിടെ നിന്ന് നോക്കും, കമ്പ്യൂട്ടർ ഡേറ്റ. അത് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നതാണ്. ഇതെല്ലാം ഏതിൽ വരുന്ന, തേർഡ് പാർട്ടിയിൽ വരുന്ന. ഓക്കെ, പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസികളുണ്ട്, പബ്ലിക് എംപ്ലോയ്മെന്റ് ഏജൻസി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓർ ലേബർ എക്സ്ചേഞ്ചുകളുണ്ട്, സ്കൂൾ, കോളേജുകള്, പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകള്, പിന്നെ അടുത്തത് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഓർ റിക്രൂട്ടിംഗ് ഫേംസ് ഓർ എക്സിക്യൂട്ടീവ് റിക്രൂട്ടേഴ്സ്, ട്രേഡ് യൂണിയനുകള്, തൊഴിലാളി സംഘടനകള്, casual labor or applicant at the gate, പിന്നെ അടുത്തത് unconsolidated applications, പിന്നെ voluntary organizations, ലാസ്റ്റത്തെയാണ് കമ്പ്യൂട്ടർ ഡേറ്റ ബാങ്ക്സ്. അതൊന്ന് വായിച്ചു നോക്കണോട്ടോ നിങ്ങൾ. ഇപ്പൊ നമ്മളെ എക്സ്റ്റേണൽ സോഴ്സ് ആണ്, അത് വീണ്ടും കൊടുത്തേക്കണേ കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ ഉണ്ടോ? ലാസ്റ്റത്തെ ജെ എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മൾ മുകളിൽ അവിടെ പഠിച്ച ജി തന്നെ കൊടുത്തേക്കണേ കേട്ടോ. അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്നുള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റിൽ അത് ഉണ്ടോ നോക്കിയത്. കൈ വരെ ഉള്ളൂ കേട്ടോ, കൈ വരെ. കമ്പ്യൂട്ടർ ഡേറ്റ ബാങ്ക്സ്, അൺകൺസോളിഡേറ്റഡ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ലാസ്റ്റ് വീണ്ടും വന്നിട്ടുണ്ട്. ടെക്സ്റ്റിൽ അങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം. അത് തന്നെ വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നതാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കണോട്ട് എന്ന് തന്നെ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് എക്സ്റ്റ് ഉണ്ട് അല്ലെ. അപ്പൊ അത് ഏതെങ്കിലും ഓർമ്മ മതി കേട്ടോ. അത് തന്നെയാണ് വീണ്ടും പറഞ്ഞേക്കുന്നത്. ഉണ്ട്. അപ്പൊ അതിലേതെങ്കിലും ഒരെണ്ണം മതി, അയി വരെയും പഠിച്ചാൽ മതി. ചെയ്യുന്നുള്ളത് വീണ്ടും മുകളിൽ തന്നത് തന്നെ വീണ്ടും തന്നേക്കുന്നതാണ്, മിസ്റ്റേക്ക് ആണ്. ഇനി അപ്പം എക്സ്റ്റേണൽ സോഴ്സ് എന്താ പറഞ്ഞേ, ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്നല്ല അല്ലെ, പുറത്തു നിന്നാണ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ആ പുറത്തു നിന്ന് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ വരുന്നത്? മെറിറ്റ്സ് നോക്കിയേ. മെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ് എന്താണ്? ഒന്നാമത്തെ കാര്യം നോക്കിയേ, വൈഡ് ചോയ്സ് കൂടുതലാ അല്ലെ.
ആലോചിച്ച് നോക്കിയേ, കമ്പനിയുടെ ഉള്ളിൽ 100 പേരുണ്ടെങ്കിൽ നമുക്ക് 100 പേരിൽ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണെങ്കിലോ ലക്ഷക്കണക്കിന് ആളുകളില്ലേ പുറത്ത്, കമ്പനിക്ക് പുറത്ത് ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ടാവും, കാൻഡിഡേറ്റ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവരിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അതൊരു മെറിറ്റ് അല്ലേ? വൈഡ് ചോയ്സ്, 1000 10,000 കണക്കിനോ കാൻഡിഡേറ്റ്സിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ ആവുമ്പോൾ, ഇന്റേണൽ ആണെങ്കിൽ ആ ഉള്ളിൽ ലിമിറ്റഡ് ആണല്ലേ അത്, അതായത് ഉള്ളിലുള്ളവരെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഓർഗനൈസേഷന്റെ പുറത്തു നിന്ന് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ്, അതൊരു നമുക്കൊരു വൈഡ് ചോയ്സ്, നമുക്ക് ചോയ്സ് കൂടുതല, ഇഷ്ടംപോലെ കാൻഡിഡേറ്റ്സിനെ കിട്ടും. The organization can freely choose candidates from a huge pool of the applicants. ഒരു കൂട്ടം അല്ലെ, ഒരു വലിയൊരു കൂട്ടം കാൻഡിഡേറ്റ്സിനെ ഫ്രീ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും. Organization can freely choose candidates from a huge pool of applicants. ഒന്നാമത്തെ മെറിറ്റ് എന്താ? വൈഡ് ചോയ്സ് ഉണ്ട്, വിശാലമായ ചോയ്സ്, ഇഷ്ടംപോലെ കാൻഡിഡേറ്റ്സ് പുറത്തുണ്ട്. ഓക്കെ, രണ്ടാമത് നോക്കിയേ, ഇഞ്ചക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റ്. ഇഞ്ചക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റ്, ഫ്രഷ് ആയിട്ടുള്ള ആളുകളെ ഇഞ്ചക്ട് ചെയ്യാം അല്ലെ. കമ്പനിയുടെ ഉള്ളിലേക്ക് പുതിയ നല്ല ടാലന്റ് ഉള്ള ഇപ്പൊ പഠിച്ചിറങ്ങിയ യങ്സ്റ്റേഴ്സ് അല്ലെ, നല്ല അവരെ ഇഞ്ചക്ട് ചെയ്യാം. People will unite skills and knowledge can be selected to energize the present employee and incorporate creative methods of working. അപ്പൊ കമ്പനിയുടെ ഉള്ളിലുള്ള ആളുകളുണ്ട്, നമ്മൾ ഓക്കെ, അവര് അവിടെ ഓൾറെഡി വർക്കിംഗ് ആണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു ജോബ് വേക്കൻസി വന്നു, നമ്മള് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്, പുറത്തു നിന്ന് നല്ല സ്കില്ലുള്ള, നല്ല കഴിവുള്ള, നോളജ് ഉള്ള ഒരാളെ അകത്തേക്ക് നമ്മൾ സെലക്ട് ചെയ്തു, ആ പോസ്റ്റിലേക്ക് നിയമിച്ചു. അപ്പൊ പ്രസന്റ് എംപ്ലോയി എന്താണ്, കുറച്ചുകൂടി എനർജറ്റിക് ആവൂലേ? ഒരാള് കഴിയുമ്പോഴ് ഉള്ളിലുള്ള ആളുകൾ അവര് കുറച്ചും കൂടി നല്ല കഴിവുണ്ട്, നല്ല നോളജ് ഉണ്ട്, നല്ലൊരു ഒരാള് പുറത്തു നിന്ന് ഒരാൾ വരുമ്പോഴത്തേക്കും അവിടെ നിലവിലുള്ള എംപ്ലോയീസ് എനർജറ്റിക് ആവും. ആൻഡ് ഇൻകോർപ്പറേറ്റ് ക്രിയേറ്റീവ് മെത്തേഡ്സ് ഓഫ് വർക്കിംഗ്. അപ്പൊ അവര് ചെയ്യുന്ന പുതിയ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതികള് അല്ലെ, നല്ല കഴിവുണ്ട്, അവർക്ക് നല്ല നോളജ് ഉണ്ട്, അങ്ങനെയുള്ളവര് വരുമ്പോ അവർക്കുടെ കൂടുതൽ നിൽക്കാൻ നോക്കൂലേ അവര് അല്ലെ. കുറച്ചും കൂടി ആ കമ്പനിയിലുള്ളവര് നല്ല എനർജറ്റിക് ആയിട്ട് അവരുടെ കൂടെ, ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ള എംപ്ലോയി അല്ലെ, പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്ത ആ എംപ്ലോയിന്റെ ഒപ്പം എന്ത് ചെയ്യുന്നു, അവർ അതിനകത്ത് കോപ്പറേറ്റ് ചെയ്യുക അല്ലെ, അവരുമായിട്ട് സഹകരിച്ച് നല്ലൊരു ക്രിയേറ്റീവ് മെത്തേഡ്, നല്ലൊരു വർക്കിംഗ് ഒരു കുറച്ചും കൂടി ഉയർന്നതാകും. ശരിയല്ലേ? അല്ലെങ്കിൽ അവരൊരു തണുത്ത മട്ടായിട്ട് അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പുറമേ നിന്ന് ഒരാൾ പെട്ടെന്ന് കയറി വന്നു, നല്ല ടാലന്റ് ആയിട്ടുള്ള, നല്ല നോളജ് ഉള്ള, നല്ല സ്കില്ലൊക്കെ ഉള്ള ഒരാൾ വന്നപ്പോ എന്ത് ചെയ്തു, ഈ പഴയ എംപ്ലോയീസ്, പ്രസന്റ് എംപ്ലോയീസ് എനർജറ്റിക് ആയി ഇവർ ഈ ആളുകളുടെ ഒപ്പം തന്നെ നിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ അല്ലേ? അത് അപ്പൊ അവർക്കടെ എന്ത് ചെയ്യുന്നു, പ്രസന്റ് എംപ്ലോയീസിന്റെ ഇത് ഡെവലപ്പ് ചെയ്യൂലേ, അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു അല്ലെ. ഇതിന്റെ ഒപ്പം നിൽക്കുമ്പോൾ അവർക്കുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു, അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് സഹകരിച്ച് കുറച്ചുകൂടി നല്ല രീതിയിൽ വർക്കിംഗ് ഒക്കെ നടക്കുന്നു. ഇനി അടുത്തതാണ് മോട്ടിവേഷണൽ ഫോഴ്സ്. മോട്ടിവേഷണൽ ഫോഴ്സ്, മോട്ടിവേഷണൽ ഫോഴ്സ്. Internal motivation ആണ്. Okay, internal employees are encouraged to work hard and complete with the external candidates. With the external complete അല്ല കേട്ടോ, സോറി, കോമ്പീറ്റ് തന്നെയാണ്. കോമ്പീറ്റ്, COMPET, മത്സരിക്കുക. എക്സ്റ്റേണൽ കാൻഡിഡേറ്റ്സുമായിട്ട് എന്ത് ചെയ്യുന്നു, അവര് മത്സരിക്കാൻ തുടങ്ങും. Internal employees are encouraged. അവര് കുറച്ചുകൂടി എൻകറേജ് ആവും, അവർക്ക് കുറച്ചുകൂടി എന്താണ്, പ്രോത്സാഹനമാവും അല്ലെ. പുതിയൊരാൾ വരുമ്പോഴത്തേക്കും അങ്ങനെയായാൽ ശരിയാവുമല്ലോ, ഞങ്ങൾ എത്രയും നാൾ ഇവിടെ നിന്നാലേ, അവർക്കൂടെ ഒപ്പം തന്നെ പോകാനായിട്ട് അല്ലെ, അവരുമായിട്ട് മത്സരിക്കാൻ തുടങ്ങും. കോമ്പീറ്റ് വിത്ത് ദ എക്സ്റ്റേണൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് മത്സരിക്കാൻ തുടങ്ങും. ഇൻ സെർച്ച് ഫോർ കരിയർ ഗ്രോത്ത്, അവരുടെ കരിയർ ഗ്രോത്തിന്റെ വളർച്ചയുടെ ഭാഗമായിട്ട് ആ എക്സ്റ്റേണൽ കാൻഡിഡേറ്റ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ, മത്സരിക്കാൻ തുടങ്ങും. അതനുസരിച്ച് അവർ കുറച്ചുകൂടി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങും. A highly competitive environment like this would assist the employee to work to the best of their ability and he can
അപ്പൊ എന്താണ്, ഒരു കോമ്പറ്റേറ്റീവ് ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാവും, എൻവയോൺമെന്റ് ഉണ്ടാവും. അപ്പോ ഈ പ്രസന്റ് എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, assist the employee to work to the best of their ability. അവരുടെ കഴിവിന്റെ പരമാവധി അവര് എന്താ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ പുറമേ നിന്ന് ഒരാൾ പെട്ടെന്ന് വരികയാണ്, അപ്പൊ ഇന്റേണൽ ആയിട്ടുള്ള ഇവിടെ പ്രസന്റ് ആയിട്ടുള്ള എംപ്ലോയി കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങും അവരുടെ കരിയർ ഗ്രോത്തിനായിട്ട്. എക്സ്റ്റേണൽ കാൻഡിഡേറ്റ്സുമായിട്ട് അവർ കോമ്പീറ്റ് ചെയ്യാൻ, അവര് മത്സരിക്കാനും അതുപോലെ തന്നെ അവരുടെ ഒപ്പം എത്താനൊരു പ്രോത്സാഹനം പോലെ വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ്, ഈ ഒരു കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റ്, അപ്പൊ അവരുടെ കഴിവിന്റെ പരമാവധി അവര് മാക്സിമം അവര് വർക്ക് ചെയ്യാനും തുടങ്ങും. അപ്പൊ എന്താ, ഒരു മോട്ടിവേഷൻ അല്ലേ അത്, അല്ലെ? പുതിയൊരാൾ വന്നു, നല്ല ടാലന്റ് ആയിട്ടുള്ള ഒരാൾ വന്നു, പ്രസന്റ് കുറെ എംപ്ലോയീസ് അവിടെ ഉണ്ട്, അപ്പൊ അവരെ പോലെ ആവാൻ അത് നമുക്കൊരു മോട്ടിവേഷൻ തന്നെയല്ലേ? ആ ഇവിടെ നിലവിലുള്ള എംപ്ലോയീസിന് ഒരു മോട്ടിവേഷൻ, അയാളെ കണ്ടിട്ട് അല്ലെ, അയാൾ ചെയ്യണ പോലെ ചെയ്യാൻ ഒരു മോട്ടിവേഷൻ ഓഫ് കോഴ്സ് ഉണ്ട്. അടുത്ത നോക്കിയേ, ലോങ് ടേം ബെനിഫിറ്റ്. അടുത്തൊരു മെറിറ്റ് ആണ് കേട്ടോ, ലോങ് ടേം ബെനിഫിറ്റ്. If the competent individuals will join the organization, they can generate a new idea. പുതിയ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. നല്ല കഴിവുള്ള ഇൻഡിവിജ്വൽസ് ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവരും പുതിയതായി വരുന്ന ആളുകളാണ്, നല്ല ഐഡിയകൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ദിസ് ക്യാൻ ക്രിയേറ്റ് എ കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ. ഇതൊരു നല്ലൊരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നു. which would force us employee to give out of their best. അവരുടെ കഴിവിന്റെ പരമാവധി അവർക്ക് അവര് നൽകാനും, ബെനിഫിറ്റുകള്, ഗെറ്റ് പ്രൊമോഷൻ ഒക്കെ അല്ലെ, അത് എംപ്ലോയീസിനെ അവരുടെ പരമാവധി വർക്ക് ചെയ്യാനും അവരുടെ ആനുകൂല്യങ്ങൾ നേടാൻ, പ്രൊമോഷൻ നേടാനൊക്കെ അവര് അത് നിർബന്ധമാക്കുകയും ചെയ്യുന്നു. ഈ കോമ്പറ്റന്റ് അറ്റ്മോസ്ഫിയർ ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. അത് മൂന്നാമത്തെ നാലാമത്തെ പോയിന്റ് ഒന്ന് നോക്കി വെച്ചോടെ. കോമ്പറ്റന്റ് ഇൻഡിവിജ്വൽ വിൽ ജോയിൻ ദ ഓർഗനൈസേഷൻ. നല്ല കഴിവുള്ള എംപ്ലോയീസ് ആ ഒരു ഓർഗനൈസേഷനിലേക്ക് ജോലി ചെയ്യുമ്പോഴേക്കും എന്താണ്, അവിടെ ഒരു പുതിയ അയാൾ അവിടെ പുതിയതായിട്ട് വരല്ലേ, അപ്പൊ അയാളുടെ ആ പുതിയ ഐഡിയകൾ അവിടെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവര് തമ്മില്, പഴയവരും പുതിയ ആളും തമ്മിൽ ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ, ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നു. അപ്പൊ അത് എന്ത് ചെയ്യുന്നു, എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നു, which would force the employee to give out. അപ്പൊ ആ നിലവിലുള്ള എംപ്ലോയീസിന് അവർക്കുടെ പരമാവധി അവർക്കുടെ ജോലി ചെയ്യാനും അവർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് നേടാനും പ്രൊമോഷൻസ് ഒക്കെ നേടാനും അതിന്റെ സാധ്യമാക്കുന്നു. ലോങ് ടേം ബെനിഫിറ്റ് കിട്ടുന്നു. പഴയ പുതിയ ആൾ അവിടെ വന്നു, കമ്പനിയിൽ വന്നതോടുകൂടി പഴയ എംപ്ലോയീസിന്, പ്രസന്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് എന്ത് ചെയ്യുന്നു, ലോങ് ടേം ബെനിഫിറ്റ്സ് നേടാൻ പറ്റും അല്ലെ. അതേപോലെ ആവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ വരുമ്പോൾ ഇവര് അവരുടെ കഴിവിന്റെ പരമാവധി അവർ ചെയ്യാനും അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സ്, ഓർഗനൈസേഷനിൽ നിന്നുള്ള ബെനിഫിറ്റുകൾ നേടാനും അവർക്ക് പ്രൊമോഷൻ നേടാനുമുള്ള കാരണമാകും. അതാണ് ഒരു നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്നു. ഇത് 4 നോക്കി വെക്കണം മെറിറ്റ്സ്. ഇവിടെ മെറിറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. മെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ് നോക്കിയേ, വൈഡ് ചോയ്സ് ഉണ്ട്, പിന്നെ പുതിയ ടാലന്റ് ആയിട്ടുള്ള ഫ്രഷ് ടാലന്റ് കാൻഡിഡേറ്റ്സിനെ കമ്പനിയിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ പറ്റും. ഇൻജെക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റ്. അടുത്ത് നോക്കിയേ, മോട്ടിവേഷൻ ഫോഴ്സ് ആണ്. മറ്റേ അയാളെ പോലെ ആവാൻ നമുക്കൊരു നല്ലൊരു മോട്ടിവേഷൻ കിട്ടും. പിന്നെ ലോങ് ടേം ബെനിഫിറ്റ്, അതുപോലെ ആ പ്രസന്റ് എംപ്ലോയിക്ക് ലോങ് ടേം ബെനിഫിറ്റ് നേടാനും പറ്റും. 4 പോയിന്റ്സ് നോക്കിയേ, ഓക്കെ ആണോ? ഓക്കെ ആണോ? അത് ധാരാളം അവസരമുണ്ട് അല്ലെ, വൈഡ് ചോയ്സ് ആണ്. പിന്നെ നമുക്ക് ഇൻജെക്ഷൻ ഓഫ് ഫ്രഷ് ടാലന്റ്, പുതിയ കഴിവുകൾ നമുക്ക് ഇൻജെക്ട് ചെയ്യാൻ പറ്റും അല്ലെ. പുതിയ ആള് വരുമ്പോഴത്തേക്കും പ്രസന്റ് എംപ്ലോയീസ് അവരുമായിട്ട് എന്ത് ചെയ്യുന്നു, വർക്കുകൾ കൂടുതൽ ചെയ്യാനും അതുപോലെ തന്നെ കൂടുതൽ ചാലഞ്ചുകൾ അവർക്ക് ഇതാകാനും പറ്റും. പിന്നെ ഒരു മോട്ടിവേഷൻ ഫോഴ്സ് ആണ്. പിന്നെ അതുമൂലം പ്രസന്റ് എംപ്ലോയിക്ക് ലോങ് ടേം ബെനിഫിറ്റ് കിട്ടും.
ഇതൊക്കെ മെറിറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, ഇത്രയും ഒന്ന് വായിച്ചു വെച്ചേക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഡീമെറിറ്റ്സ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ എല്ലാവരും ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓരോ ഹെഡിങ്ങും പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്താ വരുന്നേന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്ന് വായിച്ചു വെച്ചാൽ മതി. പിന്നെ വരുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ ആണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം.